റഷ്യ യുക്രൈൻ വെടിനിർത്തൽ നടപ്പാക്കുന്നത് വൈകിയാൽ മധ്യസ്ഥ ചർച്ചകളിൽ നിന്നും പിന്മാറുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. വെടിനിർത്തലിനായുള്ള സാധ്യത വൈകിപ്പിക്കുന്നത് വിഡ്ഢിതരമാണെന്നും ട്രംപ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുക്രൈൻ യുദ്ധം സംബന്ധിച്ച യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി കഴിഞ്ഞ ദിവസം പാരീസിൽ ചർച്ച നടന്നിരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യുക്രൈൻ റഷ്യ വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്മാറുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു. സമാന മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റും ഇന്ന് നൽകിയിരിക്കുന്നത്. യുക്രൈനും റഷ്യയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം, അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കുകയും വേണം. വെടിനിർത്തൽ ഉടൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ചർച്ചകളിൽ നിന്ന് പിന്തിരിയുമെന്നാണ് ട്രംപിന്റെ നിലപാട്. If for some reason one of the two parties makes it very difficult, we're just going to say you're foolish, you're fools, you're horrible people, and we're going to just take a pass. But hopefully we won't have to do that. Now, Marco is right in saying it. We want to see it end. Think of it. Every day, a lot of people are being killed as we talk about, as they play games. So we're not going to take that, and we'll see. I think we have a good chance of solving the problem, however. Well, I don't want to say that, but we want to see it end. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾ വൈകിപ്പിക്കുന്നത് വിഡ്ഢിത്തരമെന്നും ട്രംപ് വിശേഷിപ്പിക്കുന്നു. വെടിനിർത്തലിന് തയ്യാറെന്ന് യുക്രൈൻ അറിയിച്ചിരുന്നെങ്കിലും റഷ്യയുടെ നിലപാട് അനുകൂലമല്ല. ഇതിനിടെ വീണ്ടും ബ്രിട്ടൻ നോർവേയുടെ സഹായത്തോടെ യുക്രൈന് സൈനിക സഹായം നൽകിയിരുന്നു. കരിങ്കടൽ വെടിനിർത്താനുള്ള ധാരണ റഷ്യയും യുക്രൈനും അംഗീകരിച്ചിരുന്നെങ്കിലും സമ്പൂർണ്ണ വെടിനിർത്തൽ ഇതുവരെ നടപ്പായിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.